ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇന്നൊരു ഫിഷ് ലഞ്ചായിരുന്നു ഞങ്ങൾക്ക്. ഇന്ന് മെയിൻ സ്പെഷ്യൽ ഫിഷ് ആയിരുന്നു. സോ ദാ നമ്മുടെ ചട്ടിയിൽ കിടന്ന് തിളയ്ക്കുന്ന കണ്ടോ. ഇത് കായൽ മീനാണ് ഇന്ന് കിട്ടിയത്. ഇടയ്ക്ക് നമ്മൾ മേടിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു നെയ്മീൻ പോലത്തെ ഒരു ടേസ്റ്റും ഫ്ലേവറൊക്കെ ആയിരിക്കും. അപ്പോൾ ഞാനിന്ന് അതിൻ്റെ കറി ആയിട്ടാണ് വെച്ചത്. കുറച്ച് തിക്ക് ഗ്രേവി ആയിട്ടുള്ളൊരു കറി വെച്ചു. ഇത് പിന്നെ അയല മീൻ കിട്ടി. അയല മീനിൻ്റെ ഫ്രൈ ആക്കി ഞാൻ. ബിക്കോസ് ഓൾറെഡി നമുക്ക് കറി ആയല്ലോ. ഇത് നമ്മളുടെ ഉപ്പും പുളിയായിട്ടുള്ള ഒരു ഒഴിച്ചുകൂട്ടാൻ ആണ്. സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇത് ആക്ച്വലി ഉണ്ടാക്കിയിട്ട് കുറേ ദിവസമായി. നമ്മൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. രസമല്ല ഇത്. ഇപ്പോൾ ഓരോ നാട്ടിലും ഓരോ ഒരു പേര് പറയും. എനിക്ക് അറിയില്ല. ഇപ്പോൾ ട്രിവാൻഡ്രത്ത് ഇങ്ങോട്ടൊക്കെ ആണെങ്കിൽ ഉപ്പും പുളിയും ഒഴിച്ചുകൂട്ടാൻ എന്ന് പറയും. അപ്പോൾ അതിൽ ഞാൻ താളിക്കുന്ന ഒരു ലാസ്റ്റ് രംഗമാണ് നിങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കടുകൊക്കെ വറുത്ത് കരിയേപ്പില വറ്റൽ മുളകും കൂടെ ഇടായിരുന്നു. എൻ്റെ കയ്യിൽ അപ്പോഴില്ലായിരുന്നു. കുറച്ച് വെളുത്തുള്ളി ചതച്ചത് പിന്നെ എല്ലാം കൂടെ ഇടാം. അപ്പോൾ ഫിഷ് ഫ്രൈ റെഡിയാക്കി ഞാനത് മാറ്റി വെച്ചു. താളിപ്പ് വാസ് ഗോയിങ് ഓൺ. അതിൻ്റെ ഇടയ്ക്ക് ചോറ് കൂടെ ഞാനിതിൽ വെച്ചിട്ടുണ്ട് തിളപ്പിച്ച്. അപ്പോൾ ഇതിപ്പോൾ അതാ കുറച്ചൊന്ന് ഫ്രൈ ആവണം. കരിക്കാൻ പാടില്ല. പക്ഷേ ജസ്റ്റ് ഒന്ന് ഒരു കളർ മാറി ഒന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കണം. അത്രയേ ഉള്ളൂ. രസമല്ല ഇത്. ഓക്കെ, നമുക്ക് തക്കാളിയൊന്നും നമ്മളിത് യൂസേ ചെയ്യുന്നില്ല. പക്ഷേ നല്ല കടുക് വറുത്ത് തന്നെ നമ്മൾ താളിപ്പൊക്കെ ഒഴിക്കുമ്പോഴത്തേക്ക് നല്ല ഒരു ഫ്രാഗ്രൻസ് വരും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മല്ലിയിലയൊന്നും നമ്മളിതിൽ യൂസ് ചെയ്യുന്നില്ല. അങ്ങനെ സോ നമുക്കതിപ്പം എന്തായാലും നന്ന പോലെ ഒന്ന് റോസ്റ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഇട്ട എല്ലാ സാധനങ്ങളും നല്ല റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലോട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്യുമ്പോൾ തന്നെ നല്ല ചൂടും നല്ല ഒരു സ്മെല്ലാണ്. ഞാൻ വെളിച്ചെണ്ണയിലാണ് എല്ലാം ചെയ്തത്. അപ്പോൾ എസ്പെഷ്യലി അതും കൂടെ ഭയങ്കര ടേസ്റ്റാണ്. എനിക്ക് ഇപ്പോൾ ഉണ്ടാക്കിയപ്പോഴാണ് സത്യം പറഞ്ഞാൽ അമ്മയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ടേസ്റ്റ് കിട്ടിയത്. ഇല്ലെങ്കിൽ ഞാനങ്ങനെ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ആ ഒരു ടേസ്റ്റ് വരാറില്ല. പക്ഷേ ഇപ്പം ആ ഒരു ടേസ്റ്റ് തന്നെ കിട്ടി. ഇത് ക്ലാം മീറ്റ്, അതായത് കക്ക ഇറച്ചി. അപ്പോൾ അതെനിക്ക് കിട്ടിയപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു അതിൻ്റെ തോരൻ ഉണ്ടാക്കാമെന്നാണ്. ഞാൻ നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ട് റോസ്റ്റ് ഫ്രൈ ഒക്കെ. അപ്പോൾ ഇന്ന് തോരൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് എടുത്തപ്പോഴാണ് എനിക്കിത് ഊറ്റിയില്ല എന്ന് ഓർമ്മ വന്നത്. അപ്പോൾ അരിയൊക്കെ ഒന്ന് വാർത്ത് വെച്ചു. അപ്പോൾ അത് ചൂടോടെ ഫ്രഷ് ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല കറക്റ്റ് വേവ് ആയിട്ട് തന്നെ എനിക്ക് എടുക്കാൻ പറ്റി. അപ്പോൾ അത് ഞാൻ അതിൽ തന്നെയാണ് അടച്ച് വയ്ക്കുന്നത്. അപ്പോൾ ചൂടോടെ തന്നെ ഇരിക്കും. സോ ഉച്ചയ്ക്ക് ചേട്ടന് കൊടുക്കുമ്പോഴും ചൂടോടെ. അപ്പോൾ അതിൻ്റെ സ്പൂണും ഞാനൊന്ന് എപ്പോഴും എടുത്ത് വെക്കാറുണ്ട്. അപ്പോഴും നമുക്ക് കിടന്നൊന്ന് അന്വേഷിക്കേണ്ട. അപ്പോൾ അങ്ങനെ ചോറ് റെഡി. നമ്മളുടെ ഉപ്പും പുളിയും ഒഴിച്ചു കൂട്ടാൻ റെഡി. ഇനിയിപ്പോൾ ഇതൊന്ന് റെഡിയാക്കണം. ക്ലാം മീറ്റ്, അതായത് കക്ക ഇറച്ചി ഒന്ന് റെഡിയാക്കണം. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് താളിപ്പൊക്കെ ഒഴിച്ചിട്ട് ഞാൻ അങ്ങനെ ചൂടോടെ ഒന്ന് അടച്ച് വയ്ക്കുകയായിരുന്നു. ആൻഡ് നമ്മളുടെ അയല ഫ്രൈ റെഡിയാണ്. എൻ്റെ സ്പെഷ്യൽ നമ്മളുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഫ്രൈ മസാലയാണ്. പിന്നെ ഇത് മീൻ കറി കുറച്ച് തിക്ക് ഗ്രേവി ആയിട്ട് ട്രിവാൻഡ്രം സ്റ്റൈലിൽ തന്നെയാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് എന്തായാലും ക്ലാം മീറ്റ്, ഈ കക്ക ഇറച്ചി ഉണ്ടാക്കാം. തോരനാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അരപ്പാണ് ഞാൻ റെഡിയാക്കി വെച്ചത്. പിന്നെ കുറച്ച് തക്കാളി ഉള്ളി ഒന്ന് കടുകൊക്കെ വറുത്തി ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അതൊന്ന് ഗോൾഡൻ ബ്രൗൺ ആകുമ്പോഴത്തേക്കും നമുക്ക് നമ്മളുടെ കക്ക ഇറച്ചി ഇട്ട് കൊടുക്കുക. അപ്പോൾ ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഒരു പച്ചമണം പോകണം. അപ്പം അതാണ് ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. എനിക്ക് ഈ ഒരു പ്രോസസ്സ് ഒട്ടും ഇഷ്ടമല്ല. പക്ഷേ അതിൻ്റെ പച്ചമണം പോകാതിരുന്നാൽ നമുക്ക് ഒരു ഫുഡും ടേസ്റ്റ് കാണത്തില്ല. അപ്പോൾ അതിൻ്റെ പച്ചമണം നന്നായിട്ട് പോയതിന് ശേഷം നമുക്ക് നമ്മളുടെ കക്ക ഇറച്ചി, അതായത് ക്ലാം മീറ്റ് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് കുറച്ചൊന്ന് കുക്കായതിന് ശേഷം നമുക്ക് നമ്മളുടെ അരപ്പും കൂടെ ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചാണ് ഞാൻ അത് ഒന്ന് കുക്ക് ചെയ്തെടുത്തത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എനിക്ക് ഇത് ഒട്ടും ഇഷ്ടമില്ലാത്തതാണ്. പിന്നെ എന്തായാലും അങ്ങ് ചെയ്തേ പറ്റുള്ളൂ. ഓക്കെ, സോ അതൊന്ന് ഇളക്കി കൊടുക്കുന്ന പരിപാടി എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. ബിക്കോസ് അവിടെ കുറേ നേരം നിൽക്കണം. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് നമുക്കത് അടി പിടിക്കാതെ ഇളക്കി കൊടുക്കണം. കുറച്ചായിട്ട് വെള്ളം തളിച്ചാണ് ഞാൻ ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നത്. സോ അത് ഒന്ന് കുക്കാവുമ്പോഴത്തേക്കും ഞാനിതിൽ പച്ചമുളകാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ മുളക് പൊടിയായിട്ടൊന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു കളറ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ചൊന്ന് അരപ്പും കൂടെ ഇട്ട് കുറച്ചായിട്ട് വെള്ളം തളിച്ച് ഒന്ന് ഒതുക്കി അങ്ങനെ എടുക്കണം. അപ്പോഴത്തേക്കും അത് കുക്കുമാവും, പക്ഷേ വെള്ളവും ആവത്തില്ല. ഒരു കറക്റ്റ് ആ ഒരു തോരൻ കൺസിസ്റ്റൻസിയിൽ തന്നെ കിട്ടുകയും ചെയ്യും. ഞാൻ ആക്ച്വലി തോരൻ തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ തോരൻ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത്. നേരത്തെയൊക്കെ ഞാൻ ക്ലാം മീറ്റ്, അതായത് കക്ക ഇറച്ചിയുടെ ഫ്രൈ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ റോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നമ്മൾ ആയി വരുമ്പോഴത്തേക്കും കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട്
ഒന്ന് ആ ഒരു ചൂടോടെ തന്നെ ഇടുമ്പോഴത്തേക്കും നല്ല കുഞ്ഞായിട്ട് ഒന്ന് കട്ട് ചെയ്ത് ആ ഒരു മല്ലിയില ഇടുമ്പോൾ നല്ല അതിൻ്റെ ഒരു ഫ്രാഗ്രൻസും കൂടെ ഒന്ന് കിട്ടും. സോ ദാറ്റ് നല്ല ഒരു ടേസ്റ്റ് ആയിരിക്കും. ഇതിൽ ഞാൻ മുളക് പൊടി ഒട്ടും തന്നെ യൂസ് ചെയ്തിട്ടില്ല, പച്ചമുളകിൻ്റെ എരിവ് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മളുടെ നോർമൽ വെളുത്തുള്ളി അതിൻ്റെ അങ്ങനെ കുക്കിംഗ് ആയിട്ടൊന്നും ഞാൻ അങ്ങനെ എടുത്തിട്ടില്ല, റെസിപ്പി മൂഡായിട്ടൊന്നും എടുത്തിട്ടില്ല. കുറച്ചുകൂടെ സബ്സ്ക്രൈബേഴ്സൊക്കെ ഒന്ന് കൂടിയിട്ട് നമുക്ക് എന്തായാലും റെസിപ്പി ആയിട്ടൊക്കെ ചെയ്യാം. അപ്പോൾ ഏകദേശം ഞാൻ അതിനെ ഒന്ന് അടച്ച് വെച്ചു, കുറച്ചായിട്ട് വെള്ളം തിളച്ച് അടച്ച് വെച്ചു. അപ്പോൾ ഏകദേശം അത് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ സിമ്മിലാക്കിയാണ് അത് വെച്ചത്. അപ്പം ഞാൻ ഒന്നുകൂടെ ഒന്ന് കാണിച്ചു തരാം. അതാ ചോറ് ഇപ്പോഴും കണ്ടോ ചൂടോടെ തന്നെ ഇരിപ്പുണ്ട്. അപ്പോൾ ചോറ് അതിൽ തന്നെ വെച്ചു, ചൂടോടെ അവിടെ ഇരിക്കട്ടെ. ചേട്ടൻ വരുമ്പോൾ നല്ല ഫ്രഷായിട്ട് ചൂടോടെ കൊടുക്കാം. ചൂടോടെ മീൻ കറി, കായൽ മീനാണ്, മീൻ കറിയും റെഡിയാക്കി വെച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളുടെ ഉപ്പും പുളിയും ഒഴിച്ചു കൂട്ടാൻ നല്ല ചൂടായിട്ട് നല്ല ടേസ്റ്റ്. അത് തുറക്കുമ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ നല്ല മണമാണ് ആ കായത്തിൻ്റെയൊക്കെ. പിന്നെ ഇത് അയല ഫ്രൈ, എൻ്റെ വീട്ടിലുണ്ടാക്കിയ ഫ്രൈ മസാലയിൽ അയല ഫ്രൈ. പിന്നെ തോരൻ റെഡിയാക്കി വെച്ചു. അപ്പം ലഞ്ച് ഒക്കെ പ്രിപ്പറേഷനൊക്കെ കഴിഞ്ഞപ്പോൾ ഇതാണ് എൻ്റെ ഒരു കിച്ചൻ്റെ അവസ്ഥ. എൻ്റെ കുഞ്ഞു കിച്ചനാണ്. അപ്പോൾ ഇതാണ് എൻ്റെ കിച്ചൻ്റെ അവസ്ഥ. കുറച്ച് പാത്രങ്ങൾ ഞാൻ സൈഡ് ബൈ സൈഡ് തന്നെ ഒന്ന് കഴുകി വെക്കാറുണ്ട്, അതായത് കുക്കിംഗ് ചെയ്യുമ്പോൾ തന്നെ കഴുകി വെക്കാറുണ്ട്. അങ്ങനെ ചേട്ടനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. സാറ്റർഡേ ആയതുകൊണ്ട് മോളുണ്ട്, അപ്പോൾ പഠിക്കാൻ പറഞ്ഞതാണ്. അതിൻ്റെ ഇടയ്ക്ക് അവൾ കളറിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ കണ്ണൊന്ന് തെറ്റിക്കഴിഞ്ഞ് ഇങ്ങനത്തെ കുരുത്തക്കേടൊക്കെ അവൾ കാണിക്കത്തുള്ളൂ. നെക്സ്റ്റ് വീക്ക് തൊട്ട് ഇനിയിപ്പോൾ എക്സാംസൊക്കെ സ്റ്റാർട്ടാവും. സോ അതുകൊണ്ട് പഠിക്കാൻ ഇരുത്തിയിരിക്കുകയായിരുന്നു. പിന്നെ അവളെ പഠിപ്പിക്കുകയും ചെയ്തു, ഞാൻ കുക്കിങ്ങും രണ്ടും കൂടെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നല്ല വെയിലായിരുന്നു. അപ്പോൾ ചേട്ടനെ വെയിറ്റ് ചെയ്ത് അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും പിന്നെ ചേട്ടൻ വന്നു. പിന്നെ പ്ലേറ്റ് വാഷ് ചെയ്തെടുത്തു. ഇനിയിപ്പോൾ ആദ്യം തന്നെ ചേട്ടനൊന്ന് സെർവ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ എടുത്ത ചോറ്, പിന്നെ നമ്മുടെ കൂട്ടാൻ, തോരൻ, കറി, ഫ്രൈ, അച്ചാർ, മോര്, പപ്പടം ഒക്കെ വെച്ച് ആദ്യം തന്നെ ചേട്ടന് കൊടുക്കാം. ചേട്ടന് കൊടുത്തതിന് ശേഷം ഇത് കറി വന്നിട്ട്, അതായത് നമ്മുടെ ഉപ്പും പുളിയും കാച്ചി ഒഴിച്ചു കൂട്ടാൻ ഞാൻ അവിടെ ഡൈനിങ് ടേബിളിൽ വെച്ച് കൊടുക്കും. അപ്പോൾ ആവശ്യാനുസരണം എടുത്ത് ഒഴിച്ച് കഴിക്കാവുന്നതാണ്. അപ്പോൾ ചേട്ടന് ആദ്യം കൊടുത്തു. സാറ്റർഡേ ആയതുകൊണ്ട് കളർ ഡ്രസ്സാണ് ഓഫീസിൽ. സോ അതുകൊണ്ട് പിന്നെ ചേട്ടൻ ആദ്യം ഒന്ന് ഒഴിച്ചു. അത് നല്ല മണമാണ്, പക്ഷെ എനിക്കിപ്പോഴും പറയുമ്പോഴും ആ ഒരു ഉപ്പ്, പുളി, വെളുത്തുള്ളിയുടെ കായം ഒക്കെ നല്ല സ്മെല്ലാണ്. ഇപ്രാവശ്യം അമ്മ ഉണ്ടാക്കിയതുപോലെ വന്നു എനിക്ക്. അപ്പം അവർക്കും ഇഷ്ടപ്പെട്ടു, ചേട്ടനും ഇഷ്ടപ്പെട്ടു. മോള് പിന്നെ അതെടുത്ത് കുടിക്കുകയായിരുന്നു രസം പോലെ. അങ്ങനെ പിന്നെ ചേട്ടൻ കഴിക്കട്ടെ. അപ്പോൾ ഇനിയിപ്പോൾ അടുത്തത് ചേട്ടൻ കഴിക്കുന്നതിനിടയ്ക്ക് ഞാൻ പെട്ടെന്ന് തന്നെ പിന്നെ മോൾക്ക് എടുത്തു കൊടുത്തു. മോളുടെ പ്ലേറ്റാണിത്, പെൺകുട്ടികളുടെ പ്ലേറ്റ് ഇങ്ങനെയാണല്ലോ. അപ്പോൾ അവൾക്ക് കറി വേണ്ട, ഇത് ഫ്രൈ മതി. ഫ്രൈ ഇഷ്ടമാണ്, പിന്നെ തോരൻ അവൾക്ക് ഈസിലി കഴിക്കാൻ പറ്റും. അങ്ങനെ പിന്നെ ശരി എന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ അവൾക്കുള്ളത് കുറച്ച് അവളുടെ പ്ലേറ്റിലോട്ട് എടുത്ത് ഡൈനിങ്ങിൽ വെച്ച് കൊടുത്തു. അങ്ങനെ അച്ഛനും മോളും ഊണ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു സ്പെഷ്യൽ ഫിഷ് ലഞ്ചായിരുന്നു ഞങ്ങൾക്ക് സാറ്റർഡേ. അങ്ങനെ രണ്ടുപേർക്കും കൊടുത്ത് ഞാനും കഴിച്ച് കിച്ചനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചു. അപ്പോൾ അങ്ങനെ ഉച്ച വരയ്ക്കേ ഞാൻ അന്ന് എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ എന്തായാലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.